ഇപ്പൊ ഞങ്ങളൊക്കെ സീരിയസ് ആയിട്ട്, അതായത് വളരെ ഗൗരവത്തോടെ ഒരു നിയമത്തിന്റെ പണിപ്പുരയിലാണ്. സ്ത്രീകൾക്ക് ഇപ്പൊ അതിജീവിത എന്നാണ് സ്ത്രീകളെ വിളിക്കാറുള്ളത് ഒരു കേസിൽ വന്നാൽ. അതേപോലെ പുരുഷനെ ആരോപിതൻ എന്ന് മാത്രമേ വിളിക്കാവൂ. പുരുഷന്റെ ഐഡന്റിറ്റിയും പേരും പറയാൻ പാടില്ല. റീസണബിൾ ആയ ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ഒരു ഉത്തരവ് ഇങ്ങനെയാണ്. അതായത് ഹേമ കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ ഹൈക്കോടതി പറഞ്ഞു, പുരുഷന്മാരുടെ പേരും വെളിവിടാൻ പാടില്ല, അവർക്കും സ്വകാര്യതയുണ്ട്. ഈ വിധിയെ എടുത്ത് ഒരു നിയമമാക്കി മാറ്റി ഞങ്ങൾ MLA-മാരുടെ അടുത്ത് ക്യാമ്പയിൻ ചെയ്യാൻ നിൽക്കുക. നാളെ ഞങ്ങൾ MLA-മാരുടെ അടുത്തും മന്ത്രിമാരുടെ അടുത്തും ചെല്ലുമ്പോൾ അവർ കളിയാക്കി ഞങ്ങളോട് ചോദിക്കരുത്, നിങ്ങൾക്ക് ബസ് തടയാൻ പോയിട്ട് എന്തായി. ഇതിന്റെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ അപക്വമായ നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ പുരുഷാവകാശം എന്ന കോസ് തന്നെ ദുർബലപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് നല്ല വൈബ്രന്റ് ആയ ഒരുപാട് പുരുഷാവകാശ പ്രവർത്തകരുണ്ട്, അവരോട് പറയാനുള്ളത്, ഞങ്ങളടക്കം ആരുടെയും മിഷൻ മെൻസ് കമ്മീഷന്റെ അടക്കം ആരുടെയും പിന്തുണ ബസ് തടയലിനില്ല. പ്രതിഷേധത്തിന് മറ്റും കാര്യമുണ്ട്, അല്ലെങ്കിൽ വിഷമമുണ്ട്, സർക്കാരിനോട് അഭ്യർത്ഥിക്കാം. പക്ഷേ എക്സ്ട്രീം നിലപാടുകളിലേക്കും നടപടികളിലേക്കും ആരും പോകരുത്. ഏറ്റവും മിതമായി സ്ത്രീകളെ അനുകൂലിച്ച് സ്ത്രീകൾക്ക് പരിഗണനയും മുൻഗണനയും കൊടുക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്നാൽ പുരുഷനെ അവഗണിക്കരുത് എന്ന് മാത്രമാണ് ലിമിറ്റഡ് പോയിന്റ്സ്. അത്തരം പോയിന്റുകൾ വിജയിപ്പിക്കാൻ പോലും ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന കാലത്ത് ഈ ബസ് തടയും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിന് എന്തർത്ഥമാണോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ ബസ് തടയലടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അത് പ്രഖ്യാപിച്ച ആൾക്കാരോട് അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ പുരുഷാവകാശങ്ങളുടെ കോസ് കൂടുതൽ ദുർബലപ്പെടുകയാണ് നമ്മൾ അമിതമായി കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ. അത് പടക്കം പൊട്ടിക്കുന്നതാണെങ്കിലും ലഡ്ഡു ആണെങ്കിലും. പൾസർ സുനിയെ മാലയിടാൻ പോയി. എന്തർത്ഥത്തിലാണ് പൾസർ സുനിയെ മാലയിടുന്നത്? കോടതി ക്രിമിനലായി കണ്ടെത്തിയ ഒരു വ്യക്തിയും മറ്റുമാണ്. ശ്രീ ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി രീതി ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നതും പൾസർ സുനിക്ക് മാലയിടുന്നതും രണ്ടാണ്. അപ്പൊ നാളെ പലപ്പോഴും നമ്മൾ റീസണബിൾ ആയ ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ പോലും, യുക്തിസഹമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ സ്വീകാര്യമായ കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ പോലും അത്തരം വാദങ്ങൾ ദുർബലപ്പെടാനേ ഈ അമിത പ്രതികരണങ്ങളും അതിശയോക്തി കലർന്ന പ്രതികരണങ്ങളും നമ്മളെ കാര്യമാക്കുകയുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വിഷയം ഞങ്ങളുടെ അടക്കം ആരുടെയും പിന്തുണ അത്തരം എക്സ്ട്രീം റിയാക്ഷൻസിനില്ല എന്നും, നാളെ പുരുഷനും കൂടി ഏതെങ്കിലും സൗജന്യം വേണം, ചില പ്രായത്തിലുള്ള ആണുങ്ങൾക്കും കൂടി സൗജന്യം വേണം, അവർക്കും കൂടി സർക്കാർ സപ്പോർട്ട് ചെയ്യണം. അത്തരം മിതവാദ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രസക്തമായിട്ട് ഞങ്ങളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ, പുരുഷനെതിരെ ഒരു ആരോപണം വന്നാൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് പുരുഷനും സ്ത്രീയും എടുക്കണം തുടങ്ങിയ കാര്യങ്ങളും ഒരു ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ്സിനോടൊക്കെ ചോദിക്കുന്നു. കാര്യം ഈ വ്യാജ പരാതികൾ അടക്കം റേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ്സും ഗൗരവവും ചോർത്തിക്കളയാൻ ഇടയാകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു.